സുഹൃത്തുക്കളെ, നമ്മുടെ റഹ്മത്ത് ബായി സ്ഥലം വിട്ടു എന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ തന്നെ പറയാം ഇതിനുത്തരം. അതായത് ഇപ്പോ പരാതി കൊടുക്കരുത് എന്ന് ഇവര് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇപ്പൊ എല്ലാരും കൂടെ പരാതി കൊടുക്കാൻ അങ്ങ് പോയാൽ ഇത് 250 കോടിയിലൊന്നും നിക്കത്തില്ല. ഒരുപാട് വലിയ ക്ലെയിം വരും. ക്ലെയിം കൂടിക്കഴിഞ്ഞാൽ കളക്ടർ ഇതിപ്പോഴൊന്നും ക്ലോസ് ചെയ്യില്ല. ഫർദർ ഇവർക്ക് ശ്രീനയ്ക്കും പ്രതാപനും വേറെ എന്തെങ്കിലും പ്രോപ്പർട്ടി ഉണ്ടോ, ഇനിയും പിടിച്ചെടുക്കാൻ വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കും. പിന്നെ ബഡ്സിൽ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ, പ്രൊമോട്ടേഴ്സിന്റെയും ഒക്കെ ജപ്തി ചെയ്യപ്പെടും, അവരിൽ നിന്നും എടുക്കുമെന്നൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരിലേക്കും ഇത് വ്യാപിക്കപ്പെടും. അപ്പൊ എന്ത് സംഭവിക്കും? ഇവരൊക്കെ പെടും. കുറെ ലീഡേഴ്സ്, നന്നായി പൈസ ഇതിന്നുണ്ടാക്കിയ ലീഡേഴ്സ് എല്ലാം ഇതിൽ പെടും. അവരുടെ പ്രോപ്പർട്ടികളും ജപ്തി ചെയ്യപ്പെടും എന്നുള്ള പേടി ഇവർക്കുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ ഒരുപാട് ആള് പരാതിപ്പെടണ്ട, അതൊക്കെ കഴിയട്ടെ, അപ്പൊ കളക്ടർ നമ്മളെ ക്ഷണിക്കും, ആ സമയത്ത് നിങ്ങൾ പരാതിപ്പെട്ടോളൂ എന്ന് റഹ്മത്ത് ബായി ഇവിടെ പറഞ്ഞതിന്റെ കാര്യം അതാണ്. ആ സമയത്ത് നമ്മൾ പരാതിപ്പെട്ടാൽ ഇതൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടാവും. അതായത് അവരൊരു ഫണ്ട് എടുത്തു, ആരുടെയും പരാതി വരുന്നില്ല. അവര് നോക്കുമ്പോ ആകെ ഒരു 25 കോടി അല്ലെ 50 കോടിയുടെ പരാതി ഇപ്പൊ വന്നിട്ടുള്ളൂ. അപ്പൊ അവര് കരുതും, കളക്ടർ കരുതും, ഓ ഇത് സഫീഷ്യന്റ് ആണല്ലോ, ഇപ്പൊ പരാതിപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കാനുള്ള പണം ഇവിടെയുണ്ട്, അതുകൊണ്ട് അവരതങ്ങ് ക്ലോസ് ചെയ്ത് ഫർദർ നടപടികളൊക്കെ നിർത്തിവെക്കും. എന്നിട്ടാണ് ആൾക്കാരെ ക്ഷണിക്കുന്നത്. പരാതി ഇനി വല്ലവരും ഉണ്ടെങ്കിൽ പരാതി കൊടുക്കൂ എന്ന് പറഞ്ഞ് ക്ഷണിക്കുന്ന അതൊരു ഫോർമാലിറ്റിയാണ്. അപ്പൊ എന്തായാലും ഇവരുടെ ഉദ്ദേശം എനിക്ക് മനസ്സിലാവുന്നത്, പരാതികൾ മാക്സിമം കുറപ്പിച്ച് ക്ലെയിം പരമാവധി കുറപ്പിക്കുക. അപ്പൊ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ, ഇപ്പൊ പിടിച്ച് വെച്ചിരിക്കുന്ന പണം തന്നെ ചിലപ്പോ കൂടുതലായിരിക്കും. അപ്പോ അതിൽ തന്നെ സാറ്റിസ്ഫൈഡ് ആവാനുള്ള പണം ഉള്ളതുകൊണ്ട് ഇത് അങ്ങ് നിർത്തിവെക്കും. അപ്പൊ ഇവരെ ആരെയും ഇത് ബാധിക്കില്ല, ഇവരെല്ലാരും രക്ഷപ്പെടും. നമ്മൾ പക്ഷെ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ, ആ കളക്ടർ റഹ്മത്ത് ബായി പറഞ്ഞ പോലെ കളക്ടർ ക്ഷണിക്കുന്ന സമയത്ത് ഇവരെല്ലാരോടും പറയും നിങ്ങൾ പരാതിപ്പെട്ടോളൂ എന്ന് പറയും. അന്നേരം ഇവരുടെ പിന്നെ എന്താ പറയാ, ഇപ്പത്തെ ഐഡിയോളജി ഒക്കെ മാറും. ഇവര് പറയും കമ്പനി വരുമെന്നായിരുന്നു ഞങ്ങൾ കരുതിയത്, പക്ഷെ പറ്റിയില്ല, ഇനി നിങ്ങൾ എല്ലാരും പരാതി കൊടുത്തോളൂ, അങ്ങനെയെങ്കിലും നിങ്ങളുടെ പണം കിട്ടട്ടെ എന്ന് പറഞ്ഞ് ഇവര് ഒരു രൂപം മാറും. നമ്മുടെ ഗജിനി അങ്ങനെ ഏതൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നില്ലേ, 2 രൂപം, അതേപോലെ ഇവരുടെ രൂപം അങ്ങ് നല്ലവനായി മാറും ഇവര്. ഇപ്പൊ ഇവര് നിങ്ങളെ കമ്പനി ത്രൂ തന്നെ പണം തന്ന് രക്ഷിക്കുന്ന പറയണേ, കമ്പനി ഇനി വരില്ല എന്ന് ഉറപ്പായി, ഇനി നിങ്ങൾ കളക്ടറോട് തന്നെ പരാതിപ്പെട്ടോളൂ, അതെങ്കിലും നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് പറയും. അന്നേരം ഒരു മഴവെള്ളപ്പാച്ചില് പോലെ ഒരുപാട് പരാതികൾ ഇങ്ങ് വരും. ആ പരാതികളെല്ലാം കൂടെ നോക്കുമ്പോൾ ചിലപ്പോ 500 കോടിയുടെ പരാതി വന്നു എന്ന് വിചാരിക്കുക. മൊത്തത്തിൽ ആ കളക്ടർ എടുത്തു വെച്ച തുക ആകെ 250 കോടിയേ ഉള്ളൂ. അപ്പൊ എന്ത് സംഭവിക്കും? 1 ലക്ഷം കിട്ടാനുള്ളവന് 50,000 രൂപ മാത്രമേ കിട്ടുള്ളൂ. പ്രൊപ്പോർഷനേറ്റ് ആയിട്ടേ കിട്ടുള്ളൂ. അവിടെ പിടിച്ചു വെച്ച തുകയും കംപ്ലൈന്റ് എത്രയാണോ വന്നത് അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള തുകയെ കിട്ടുള്ളൂ. മനസ്സിലായോ? അപ്പോ നമുക്ക് 50% പൈസയെ കിട്ടുള്ളൂ. 8 ലക്ഷം ഇട്ടവന് 4 ലക്ഷം കിട്ടും. 35 കൊണ്ട് കൊടുത്തവന് 30 35 കൊടുത്ത് 30 കൊടുത്തവന് 15 ലക്ഷമേ കിട്ടുള്ളൂ. അപ്പോഴും എന്തായി? നമ്മുടെ 15 ലക്ഷം പോയോ? അപ്പൊ എന്ത് ചെയ്യണമെന്ന് വെച്ചാല്, നേരത്തെ തന്നെ പരാതികൾ കൊടുത്താൽ മാത്രമേ ഇവർക്ക് ഇനിയും ആൾക്കാർക്ക് കിട്ടാനുണ്ട്, ഇത്രയേറെ ക്ലെയിം ഉണ്ടെന്ന് മനസ്സിലാവുള്ളൂ. ഫർദർ നടപടികൾ അവർ സ്വീകരിക്കുള്ളൂ. ആ ഫർദർ നടപടികൾ സ്വീകരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിപ്പോഴേ എല്ലാരെയും അമർത്തി വെച്ചിരിക്കുന്നത്. പരാതി പോവാതെ ഇപ്പൊ കമ്പനി വരും, നിങ്ങൾക്ക് ഞങ്ങൾ തരുമെന്നും പറഞ്ഞ് പിടിച്ചു വെച്ചിരിക്കുന്നതിന്റെ രഹസ്യം ഇതാണ്. അത് തന്നെയാണ് പുള്ളി ഇപ്പൊ ഇവിടെ പറഞ്ഞതും, 10,000 ആണേ 6,500 ഒക്കെ കിട്ടുള്ളൂന്ന്. അതാണ് അതിന്റെ സത്യം. ഇല്ലെങ്കിൽ നമ്മൾ ഇപ്പതേ പരാതിപ്പെട്ടാൽ പരാതി ഇത്രത്തോളം ഉണ്ടെന്ന് കളക്ടർക്കും ഇവർക്കും ബോധ്യപ്പെടുമ്പോൾ ഫർദർ ആയിട്ട് ഇനി ഇവരുടെ ഏതെങ്കിലും പ്രോപ്പർട്ടികൾ എടുക്കാനുണ്ടോ, മറ്റുള്ളവരാരെയും കയ്യിൽ പണമുണ്ടോ, അതൊക്കെ നോക്കി അതെല്ലാം ഇതിലേക്ക്, ഈ ഫണ്ടിലേക്ക് കൊണ്ടുവരാൻ അവർ ശ്രമിക്കും. ആ ശ്രമം ഇല്ലാതാക്കാനാണ് ഇപ്പൊ ഇവർ ഈ കഷ്ടപ്പെടുന്നത്, വേറെ ഒന്നിനുമല്ല.